ഇനി നമുക്ക് കൃഷിക്കായി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ വിൽസൺ ഡി ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നു. ഷിബു ജോർജാണ് ഡോക്ടർ വിൽസൺ ഡിയുമായി സംസാരിക്കുന്നത്. ഡോക്ടർ വിൽസൺ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ വിൽസൺ, കൃഷിയിൽ വിത്ത് തിരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘടകമാണല്ലോ. ഇതെന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ നിർണായക ഒരു ഘടകമായിട്ട് കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു കൃഷി ആരംഭിക്കുമ്പോൾ വിത്ത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. നമുക്കറിയാമല്ലോ, പൊതുവെ പറയപ്പെടുന്നത് വിത്ത് ഗുണം 10 ഗുണം എന്നാണ്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് 100% ശരിയാണ്. കാരണം നല്ല വിത്ത്, ഗുണമേന്മയുള്ള വിത്ത്, അത്യുൽപാദന ശേഷിയുള്ള വിത്ത് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പരിചരണ മുറകൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട്, അതിനനുസരിച്ചിട്ടുള്ള വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് ചെയ്യണം. ഒരു കർഷകൻ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് വിള ആയിക്കോട്ടെ, അപ്പം അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പുള്ളിക്കാരനെ മുൻകൂട്ടി നോക്കേണ്ടത്? വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിനൊരു ജനറ്റിക് പ്യൂരിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ജനിതക ശുദ്ധി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ജനിതക ശുദ്ധി എന്ന് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, എല്ലാ കാർഷിക വിളകൾക്കും പല വെറൈറ്റികളുണ്ട്, ഇനങ്ങളുണ്ട്. ഓരോ ഇനത്തിനും അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഇനം തിരഞ്ഞെടുക്കുന്നുവോ ആ ഇനത്തിന് വേണ്ടതായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളൊക്കെ അതിന് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അതിന് ജനിതക ശുദ്ധി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് ജനിതക ശക്തി, അല്ലെങ്കിൽ അതിന് ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. എല്ലാ ഇനങ്ങൾക്കും ഒരേപോലെയല്ല അതിൻ്റെ ജനിതകമായിട്ടുള്ള ഒരു ശക്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ്, അതാണ് ശേഷി നല്ലപോലെ. അതെ, ഉൽപാദനശേഷി ഉണ്ടാക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു കഴിവ് അതിന് ഉണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കഴിവില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്താലും ഇല്ല. കാരണം അതിന് ജനിതകമായിട്ട് അതിനുള്ള കഴിവില്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് വരണം. നല്ല പരിചരണം വേണം, അതോടൊപ്പം തന്നെ നല്ല ജനിതക ശക്തിയുള്ള പൊട്ടൻഷ്യലുള്ള വെറൈറ്റികളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഒരു കാര്യം. പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഹെൽത്തി എന്ന് പറയുമ്പോൾ രോഗവിമുക്തമായിട്ടുള്ള സസ്യങ്ങളിൽ നിന്നായിരിക്കണം നമ്മൾ വിത്തുകൾ ശേഖരിക്കേണ്ടത്, അത് പ്രധാനം. അതുപോലെ തന്നെ നല്ല അങ്കുരണ ശേഷി അല്ലെങ്കിൽ ജെർമിനേഷൻ ഉള്ളതായിരിക്കണം. എല്ലാ വിത്തുകളും ഒരുപോലെ മുളച്ചെന്ന് വരില്ല. ഒരു കുറഞ്ഞത് 80% മുളയ്ക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട വിത്തുകൾ മാത്രമേ നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കാവൂ. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എവിടെ നിന്ന് അത് വാങ്ങണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു അംഗീകൃത ഏജൻസി ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് ആയാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പായിരിക്കും. കാരണം പല കാര്യങ്ങൾ, അതിന് വയബിലിറ്റി വേണം, വിത്തിന് മുളയ്ക്കാനുള്ള ശക്തി വേണം, നല്ല ജെർമിനേഷൻ ഉണ്ടാവണം, പിന്നെ ഈ പറഞ്ഞതുപോലെ അതിനൊരു ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകൃത ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നേരിട്ട് നിയന്ത്രണമുള്ള ഏജൻസികളിൽ നിന്ന് വിത്ത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനുവേണ്ടി കർഷകർ സർട്ടിഫൈഡ് സീഡ് എന്ന് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ, ഇത് ഏതൊക്കെ ഏജൻസീസ് നിന്ന് അവർക്ക് വാങ്ങിക്കാൻ സാധിക്കും? അത് സർട്ടിഫൈഡ് ഏജൻസി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി സീഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സീഡാണ്. മൊത്തത്തിൽ ഈ വിത്തുകൾ ഇങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്രീഡർ സീഡെന്നും, ഫൗണ്ടേഷൻ സീഡെന്നും, പിന്നെ സർട്ടിഫൈഡ് സീഡെന്നും, ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡെന്നും, അങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. അതിൽ ബ്രീഡർ സീഡ് എന്ന് പറയുന്നത് വിത്ത് ശാസ്ത്രജ്ഞന്മാർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിത്താണ് ബ്രീഡർ സീഡ്. അതിൽ നിന്ന് എടുക്കുന്ന അടുത്ത തലമുറ വിത്താണ് ഫൗണ്ടേഷൻ സീഡ് എന്ന് പറയുക. അതിൽ നിന്നും എടുക്കുന്ന വിത്താണ് സർട്ടിഫൈഡ് സീഡ്. അപ്പോൾ സർട്ടിഫൈഡ് സീഡ് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടില്ല. ഫാർമേഴ്സ് ഇങ്ങനെയുള്ള സർട്ടിഫൈഡ് സീഡ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഫാർമേഴ്സ് ഗവൺമെൻറ് ഏജൻസി മുഖേന അത് രജിസ്റ്റർ ചെയ്യണം. അതിന് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക സംവിധാനമാണുള്ളത്. നമ്മുടെ കേരളത്തിന് നമ്മുടേതായിട്ടുള്ള സംസ്ഥാന സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി ഉണ്ട്. അതുവഴി രജിസ്റ്റർ ചെയ്യുക, അതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയുള്ള ഫാർമേഴ്സിന് മാത്രമേ സർട്ടിഫൈഡ് സീഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അതിന് സന്നദ്ധ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഏജൻസി പറയുന്നതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, അത് പാലിക്കണം. ഇതൊക്കെ പാലിക്കണം. ഈ നമ്മുടെ വിത്തുണ്ടാക്കുന്ന ഫീൽഡ്
അവർ പല പ്രാവശ്യം പരിശോധിക്കും. കുറഞ്ഞത് 2 മുതൽ 4 തവണയെങ്കിലും പരിശോധിക്കണമെന്നുള്ളതാണ്. പരിശോധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വിത്തിൻ്റെ ശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഓഫ് ടൈപ്പ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകൾ, ചെടികൾ ഇതിൽ പ്രത്യക്ഷപ്പെടും. അത് ബൈ ചാൻസ് ആവാം. ചിലപ്പോൾ നമ്മൾ ഒരേ പ്ലോട്ടിൽ തന്നെ, ഒരേ കണ്ടത്തിൽ തന്നെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് ഇറക്കിയിട്ടുള്ള വെറൈറ്റി അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്ന വെറൈറ്റി അതിലൊന്നും 1-2 നമുക്കറിയാം. നെല്ലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വിത്തുകൾ നിലത്ത് വീണ് അടുത്ത സീസൺ വരുമ്പോൾ മുളയ്ക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സീഡുകളിൽ അങ്ങനെയുള്ളതൊന്നും നിർത്താൻ പാടില്ല. അപ്പോൾ അതിനുള്ളതിനൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ടീമുണ്ട്. അവർ വന്ന് പരിശോധിക്കും, അതൊക്കെ മാറ്റാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും. അതുപോലെ തന്നെ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ തീരെ വീക്കായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതുകൊണ്ട് തന്നെ വിത്തിന് ഗുണമേന്മയുണ്ടാവും. മാത്രമല്ല പാക്കറ്റുകളാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സീഡ് സാമ്പിൾ എടുത്ത് അംഗീകൃത സീഡ് ടെസ്റ്റിംഗ് ലാബിൽ അയച്ച് അവർ പരിശോധിച്ചിട്ട് അതിൻ്റെ ശുദ്ധത എത്രത്തോളം ഉണ്ട്, ജെർമിനേഷൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അതെല്ലാം അവർ ഈ വിത്തിൻ്റെ പാക്കറ്റിൽ ലേബിൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി കുറച്ച് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫൈഡ് സീഡിന് പോകുന്നത് നല്ലതാണ്. പിന്നെ സാർ, ഒരു ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡിനെ കുറിച്ച് ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സീഡിനെക്കാളും നമുക്ക് വിശ്വസിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമില്ല. കാരണം നിർബന്ധമായിട്ട് ഇവരുടെ പ്ലോട്ട് സന്ദർശിക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ വേണമെങ്കിൽ സന്ദർശിക്കാം. ഇവർക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അധികാരമുണ്ട്. പ്രൈവറ്റായിട്ടുള്ള ഏജൻസികൾക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ലേബൽ ചെയ്തിരിക്കും. അതിൽ ഇതുപോലെ തന്നെ സീഡ് ടെസ്റ്റ് ചെയ്തുള്ള റിസൾട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വിത്ത് വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേബൽ ഉണ്ടോ, ഈ ലേബലിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ജെന്യുവനായിട്ടുള്ള വിത്ത് വാങ്ങാനായിട്ട് സാധിക്കും. സാർ, ഇപ്പം വിപണിയിൽ നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒത്തിരി വിത്ത് കിട്ടാറുണ്ടല്ലോ. ഹൈബ്രിഡ് സീഡ്സ് ഉണ്ട്, മറ്റേ സീഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിത്തുൽപാദന കമ്പനിയുടെ ഒരു വിശ്വസനീയത നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാനേ സാധിക്കത്തുള്ളൂ അല്ലേ? വേറെ വഴി അതിൻ്റെ അകത്ത് വളരെ മനോഹരമായിട്ടുള്ള പിക്ചർ അതിൻ്റെ പുറത്തുണ്ടാവും, വെറൈറ്റി എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓരോ വിത്തിനും അതിൻ്റെ ഒരു കാലാവധിയുണ്ട്. ചില വിത്ത് നമുക്കറിയാം 3 മാസത്തിനകത്ത് തന്നെ നടണം, ചിലത് 6 മാസം, ചിലത് 1 വർഷം. ഈ കവറിലൊക്കെ അടച്ച് ഈ ഓപ്പൺ മാർക്കറ്റുകളിൽ വച്ചിരിക്കുന്ന വിത്തുകൾ എന്നാണ് പാക്ക് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അത് ഒന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജെർമിനേഷൻ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഉറപ്പുമില്ല. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന വെറൈറ്റി അതാണോ, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ അവർ വിൽക്കുന്നു. വേണമെന്നുള്ളവർക്ക് റിസ്ക് എടുത്ത് വേണമെങ്കിൽ അത് വാങ്ങാം. ചിലപ്പോൾ ജെർമിനേഷൻ ഉണ്ടാവും, ചിലപ്പോൾ അവർ പറയുന്ന വെറൈറ്റി തന്നെ ആയിരിക്കും. പിന്നെ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഹൈബ്രിഡ് തന്നെ ആവണമെന്നില്ല. കാരണം ഹൈബ്രിഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ വിത്ത് കളക്ട് ചെയ്യുന്നത് പോലെയല്ല. ഹൈബ്രിഡ് ഉണ്ടാക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, സ്വാഭാവികമായിട്ടും വിലയും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണോ ഈ വിത്ത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാർ, ഈ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ ഹൈബ്രിഡ് സീഡ് ഇപ്പം നല്ല പ്രചരണത്തിലുണ്ടല്ലോ. നമ്മുടെ സാധാരണ വിത്ത്, ഇത് രണ്ടിലും ഒരു മെയിൻ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത എന്തുവാണ്? ഹൈബ്രിഡ് സീഡ് തീർച്ചയായിട്ടും വളരെ ഉൽപാദനം കൂടുതലാണ്. അത് വളരെ എന്താ പറയുന്നത്, യാതൊരു സംശയത്തിനും ഇടയില്ലാതെ തെളിയിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. സങ്കര വിത്തുകൾക്ക് ഉൽപാദനം കൂടുതലാണ്, ചില സങ്കര ഇനങ്ങൾക്ക് പ്രതിരോധ ശക്തി കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വ്യത്യസ്ത സ്വഭാവമുള്ള ചെടികൾ തിരഞ്ഞെടുക്കുന്നു. അവ തമ്മിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തി അത് കഴിയുമ്പോഴത്തേക്ക് ബീജസങ്കലനം നടക്കും. അത് കഴിഞ്ഞിട്ട് വിത്തുണ്ടാവും. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള പേരൻസ് ഏതൊക്കെയെന്നറിയാം. ചെടിയിലാണെന്നുണ്ടെങ്കിലും മെയിൽ പാർട്ടുണ്ട്, ഫീമെയിൽ പാർട്ടുണ്ട്. ചില സസ്യങ്ങളിൽ മെയിൽ പ്ലാന്റ് ഉണ്ട്, ഫീമെയിൽ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ഉണ്ടാകുന്ന മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കൂടെ ചേരുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് ശേഷമാണ് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആകുന്നു. എംബ്രിയോ ആണ് വിത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വിത്ത് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള മെയിൽ പേരൻറ്റിനെയും ഫീമെയിൽ പേരൻറ്റിനെയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ മെയിൽ പേരൻറ്റ് ഫീമെയിൽ പേരൻറ്റും തിരഞ്ഞെടുക്കുന്നത് തന്നെ കുറേ സ്ക്രീനിങ് പ്രോസസ്സിലൂടെയാണ്.
ഇതിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ലീഫ് ഉണ്ടാവുക, എങ്ങനെയാണ് ഫ്രൂട്ട് ഉണ്ടാവുക, അതിൻ്റെ ഫ്ലവറിങ് പാറ്റേൺ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വളരെ ഉചിതം എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ അത് തമ്മിൽ ചേരുന്നതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതുപയോഗിച്ച് നമ്മൾ ഹൈബ്രിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് നല്ലതായിരിക്കും, ഗ്യാരൻറ്റീഡാണ്. പക്ഷേ നമ്മൾ അല്ലാതെയുള്ള സീഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പരപരാഗണം നടക്കുന്ന വിളകളിൽ, പരപരാഗണം എന്ന് പറയുമ്പോൾ 2 ചെടികൾ അതിൽ പരാഗണത്തിൽ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മെയിൽ പേരൻ്റ് ഏതാണെന്ന് നമുക്കറിയില്ല. എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിത്ത് കളക്ട് ചെയ്യുന്ന മാതൃസസ്യം ഏതാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ വിത്തുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള പൂമ്പടി ഏത് ചെടിയിൽ നിന്നാണ് ലഭിച്ചതെന്നുള്ളതിന് നമുക്ക് യാതൊരു വിവരവുമില്ല. ചിലപ്പം വളരെ മോശമായിട്ടുള്ള വളരെ ഉൽപാദനശേഷി കുറഞ്ഞ സസ്യങ്ങളിൽ നിന്ന് വേണമെങ്കിലും പൂമ്പടി ലഭിക്കാം. ഒരുപക്ഷെ അങ്ങനെയാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഉണ്ടാകുന്ന വിത്ത് നമ്മൾ അടുത്ത തലമുറ നടാനായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പെർഫോമൻസ് മോശമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഉണ്ട് നമ്മൾ ഈ സാധാരണ വിത്ത് ഉപയോഗിക്കുമ്പോൾ. സ്വപരാഗണം നടക്കുന്ന നെൽ പോലെയുള്ള ചെടികളിൽ നമുക്ക് അത്രയും റിസ്ക് ഇല്ല. നമുക്ക് വിത്ത് കൃത്യമായിട്ട് സംരക്ഷിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സംഭരിച്ച് വെച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാം. അതിൽ വലിയ റിസ്ക് ഇല്ല. പക്ഷേ ഈ പരപരാഗണം നടക്കുന്ന വിളകളിലാണ് ഈ ഒരു എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്, അനുഭവപ്പെടുന്നത്. അതെ അതെ. അപ്പോൾ സാർ, ഈ നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പം നമ്മുടെ മണ്ണിൻ്റെ ഏത് തരം മണ്ണാണ്, പിന്നെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത എത്രയുണ്ട്, ഈ പോയിന്റ്സ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അതും കൂടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമുക്ക് പല വെറൈറ്റീസ് ഉണ്ടെങ്കിലും എല്ലാ വെറൈറ്റീസും എല്ലാ മണ്ണിനും യോജിച്ചവയല്ല. ഓരോ മണ്ണിനും യോജിച്ചതായിട്ടുള്ള വിവിധ ഇനം വിത്തുകൾ നമുക്കുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പല വെറൈറ്റീസ് ഇവാലുവേറ്റ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം അതിൽ നല്ല പെർഫോമൻസ് കാണിക്കുന്ന വിളകൾ ഈ സാധാരണ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ നടപടിക്രമം അനുസരിച്ചിട്ട് ഉള്ള സ്ക്രീനിങ്ങുകളൊക്കെ നടത്തി തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു സോയിൽ ടൈപ്പിന്, ആ ഒരു തരം മണ്ണിന് ഏറ്റവും അനുയോജ്യമായിരിക്കും. അതേസമയത്ത് ആ വിത്ത് നമ്മൾ കൊണ്ട് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മണ്ണിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ പെർഫോമൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് കാലാവസ്ഥയ്ക്കാണ് അല്ലെങ്കിൽ ഏത് തരം മണ്ണിനാണ് യോജിച്ചത് എന്നുകൂടെ പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇതിലും ചില തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഓൺലൈനൊക്കെ വിത്തുകൾ അവൈലബിൾ ആണ്. അപ്പം ചില വിത്തുകൾ നല്ല ഉൽപ്പാദനം തരുന്നുണ്ട്. പക്ഷെ അത് ഏത് കാലാവസ്ഥയ്ക്കാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് അനുയോജ്യമാണോ അല്ലയോ എന്നറിയാതെ നമ്മൾ വാങ്ങിച്ച് ഇവിടെ നട്ടാൽ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ധാരാളം വരുന്നുണ്ട്. പക്ഷെ പലതും നന്നായിട്ട് വരുന്നുമുണ്ട്. പക്ഷെ എല്ലാ എക്സോട്ടിക് ആയിട്ടുള്ള ക്രോപ്പുകളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല. അപ്പോൾ അത് ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ നമുക്കൊരു പ്രാഥമിക ഒരു ട്രയൽ നടത്തണം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ഇനങ്ങൾ എത്രത്തോളം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണെന്നുള്ള ഒരു പഠനം നടത്തിയാലേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും നമ്മുടെ കാലാവസ്ഥ എന്തുവാണ്, നമ്മൾ ഇവിടത്തിന് വേണ്ടി ആ വിത്ത് അനുയോജ്യമാണോ അല്ലയോ, പിന്നെ ഇവിടെ വരുന്ന രോഗങ്ങൾക്ക് അത് പ്രതിരോധം ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും നമുക്കൊരു നല്ല വിളവ് ലഭിക്കുന്നതിന് ഈ കാര്യങ്ങളൊന്ന് പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നമ്മൾ വിത്ത് പരിചരണം ഇതെത്ര പ്രാധാന്യമുള്ളതാണ്? പല രോഗങ്ങളും വിത്ത് മുഖേനയാണ് അടുത്ത തലമുറയിലോട്ട് വരുന്നത്. നമുക്ക് വിത്ത് കാണുമ്പോഴത്തേക്ക് അതിന് കേടുപറ്റിയതാണോ അല്ലെങ്കിൽ ഫംഗസ് ഉണ്ടോ എന്ന് നമുക്ക് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ സ്പോറുകൾ അതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, മൈക്രോസ്കോപ്പിക്കാണ്. മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ ചിലപ്പോൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അത് എപ്പോഴാണ് വരുന്നത്? ഈ വിത്ത് നട്ട് മുളച്ച് സീഡ്ലിംഗ് ആകുമ്പോൾ മുതൽ ഇതിൻ്റെ അറ്റാക്ക് തുടങ്ങും. അത് നമുക്ക് ഒഴിവാക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ വിത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലും ഫംഗസ് രോഗങ്ങളാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ ഉചിതമായിട്ടുള്ള കുമിൾനാശിനി ഉപയോഗിച്ച് ഒരു ട്രീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സീഡ് ട്രീറ്റ്മെൻറ്റ് വിഗറായിട്ടുള്ള സീഡ്ലിങ്സ് വരുന്നതിനും, അതായത് ബയോ ഫെർട്ടിലൈസർ പോലെയുള്ള റൈസോബിയം, ട്രൈക്കോഡോം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വളർന്നു വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സീഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള വിളകൾക്ക് അത് നൽകുക തന്നെ വേണം. നമ്മുടെ ചെറുകിട കർഷകർ അല്ലെങ്കിൽ നമ്മൾ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുന്ന മിക്ക ആൾക്കാരും ഒക്കെ നമ്മൾ കൈത്തന്നുള്ള വിത്തുകളാണ് അടുത്ത സീസണിന് വേണ്ടി നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിത്ത് നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം?
അതിൻ്റെ ആ ഗുണനിലവാരം അടുത്ത സീസൺ വരെ നല്ലതായിട്ടിരിക്കാൻ വേണ്ടി? പാരമ്പര്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ കർഷകരൊക്കെ അവരവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് അവരവർ തന്നെ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് മുമ്പുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത കാലങ്ങളിലാണ് ഈ വിത്ത് ഒരു വ്യവസായമായിട്ട് മാറുകയും നമ്മൾ എളുപ്പത്തിന് വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില രീതികളുണ്ട്. വിത്ത് സൂക്ഷിക്കുന്നതിന് ഉള്ള കണ്ടെയ്നർ, ഏത് തരത്തിലുള്ള കണ്ടെയ്നറുകൾ അതിന് ഉപയോഗിക്കണം, ഏത് രീതിയിൽ അത് ട്രീറ്റ് ചെയ്യണം, ഏത് രീതിയിൽ ഉണക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യ കൃഷിക്കാർക്കൊക്കെ നല്ല അവബോധമുണ്ട്. കൂടുതലും നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കാതെ കുറച്ച് തണലുള്ള സ്ഥലങ്ങളിൽ അത് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം അത് സംഭരിച്ച് വയ്ക്കുന്നതിനായിട്ട് ചട്ടികൾ, അതായത് വലിയ കലങ്ങൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് എന്നിട്ട് തുണി കൊണ്ട് മൂടി ടൈറ്റായിട്ട് വയ്ക്കുന്ന ഒരു രീതി. വളരെ നല്ല ജെർമിനേഷൻ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ ജെർമിനേഷൻ പെർസെൻറ്റേജ് ഒക്കെ അതിന് കിട്ടും. അപ്പോൾ അവരങ്ങനെ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മുളയുടെ ചീളുകൾ കൊണ്ടുണ്ടാക്കുന്ന ബാസ്ക്കറ്റിൽ കുട്ടകൾ പോലെയുള്ള സാധനങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളിൽ ധാന്യങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനുള്ള പാരമ്പര്യമായിട്ടുള്ള രീതികളുണ്ട്. ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം വില കൂടിയ വിത്തിന് പോകുന്നതിനേക്കാൾ അവരുടേതായിട്ടുള്ള വിത്തുകൾ സൂക്ഷിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓഫ് ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റുകൾ, അതായത് വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന ചെടികളെ ഒഴിവാക്കുക, അതിൽ നിന്ന് വിത്ത് ശേഖരിക്കാതിരിക്കുക. അതുപോലെ രോഗം പിടിച്ച ചെടികളിൽ നിന്ന് വിത്ത് ശേഖരിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് ഒരു പ്രധാനം. അതാണ് ഞാൻ ഉണക്കുന്ന കാര്യം പറഞ്ഞത്. തീരെ മോയ്സ്ചർ കണ്ടന്റ് കുറയാൻ പാടില്ല. കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് രോഗം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ഒരു 8 മുതൽ 12% വരെയുള്ള മോയ്സ്ചർ കണ്ടൻ്റാണ് വിത്തുകൾക്ക് ആവശ്യമുള്ളത്. പൊതുവെ പറഞ്ഞ് ഓരോന്നിനും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗുണമേന്മയുള്ള വിത്തുകൾ അവർക്ക് തന്നെ സൂക്ഷിക്കുകയും അവർക്ക് തന്നെ അടുത്ത് വരുന്ന കൃഷികൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കും. ഡോക്ടർ വിൽസൺ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ വിത്ത് എങ്ങനെയാണ് സംഭരിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ സാർ വളരെ ലളിതമായി തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ വിൽസൺ ഡിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.